നമസ്കാരം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അനിയന്ത്രിതമായി കൂടുന്നു. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധത്തിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിടുകയുണ്ടായി. അതേ തുടർന്നാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് വലിയ ബാധ്യതയായിത്തീരുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. അതിനിടയിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. $155 ഒരു ബാരൽ പെട്രോളിയം ക്രൂഡ് ഓയിലിന് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ 65 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ മൻമോഹൻ സിംഗിന് കഴിഞ്ഞിരുന്നു. അതിനേക്കാളും എത്രയോ കുറഞ്ഞ വിലയാണ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ഇപ്പോഴുള്ളത്. എന്നിട്ട് നരേന്ദ്രമോദി സർക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എന്താണ് കുറയാത്തത്? ജനങ്ങൾക്ക് ഈ അമിത നികുതി ഭാരം എന്തിനാ, അല്ലെങ്കിൽ അമിത വില എന്തിനാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? യുദ്ധത്തിന് ദുരന്തം സാധാരണക്കാർ എന്തിനാണ് അനുഭവിക്കേണ്ടത് എന്നെല്ലാമുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് ചെറിയ വളരെ ലളിതമായ രീതിയിൽ മറുപടി പറയാനാണ് ശ്രമിക്കുന്നത്. മുഴുവൻ വീഡിയോയും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ, അതായത് ഈ നിലവിലെ NDA സർക്കാരിന്റെ വിമർശകർ പറയുന്ന കാര്യം വളരെ ശരിയാണ് ഒരർത്ഥത്തിൽ. അന്ന് $155 ഒരു ക്രൂഡ് ഓയിൽ ബാരലിന് ഉണ്ടായിരുന്ന സമയത്ത് 65 രൂപ വരെയായിരുന്നു നിരക്ക്. ഇന്ന് അതിലും ഏതാണ്ട് 111 രൂപ, 100 രൂപ, 111 രൂപ നിരക്കിൽ നിൽക്കുമ്പോൾ ഇന്ന് 114 രൂപയായിരിക്കുന്നു പെട്രോളിന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യത്തിൽ 65 രൂപയായിരുന്നു അന്ന്. എങ്ങനെയാണ് UPA സർക്കാർ, മൻമോഹൻ സിംഗ് സർക്കാർ, നമുക്കറിയാം മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് ധനകാര്യ വിദഗ്ധനായിരുന്നു. അദ്ദേഹം ധനകാര്യ വൈദഗ്ധ്യത്തോടു കൂടിയാണ് ഇക്കാര്യം ചെയ്തത്. അത് ചിന്തിക്കേണ്ട വിഷയമാണ്. 2012-13 കാലത്ത് നമ്മുടെ വിലപ്പെരുപ്പ് നിരക്ക്, ഇൻഫ്ലേഷൻ റേറ്റ് വളരെ ഉയർന്നതായിരുന്നു. 2012-ൽ 9.3% വിലപ്പെരുപ്പ് നിരക്ക്, ഇൻഫ്ലേഷൻ റേറ്റ്. അത് 2013-ൽ 10.39 ആയിരുന്നു. അന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയിരുന്നെങ്കിൽ അമിതമായി ഇന്ത്യ വളരെ ദാരിദ്ര്യത്തിലേക്ക് പോകുമായിരുന്നു, വലിയ വിലക്കയറ്റം ഉണ്ടാകുമായിരുന്നു. ഇൻഫ്ലേഷൻ റേറ്റ് അന്ന് തന്നെ വിലപ്പെരുപ്പ് നിത്യേന എന്നോണം വിലകൾ വർദ്ധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അചിന്ത്യമായിരുന്നു. ഒരു ഗവൺമെന്റിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിന് പകരമായി ഗവൺമെന്റ് ഇന്ത്യൻ ഓയിൽ കമ്പനികൾക്ക് ഓയിൽ ബോണ്ടുകൾ നൽകി, കടപ്പത്രങ്ങൾ നൽകി. ഈ കടപ്പത്രം എങ്ങനെയാണ് എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ തൽക്കാലം നഷ്ടം സഹിക്കുക, ഓയിൽ കമ്പനികൾ നഷ്ടം സഹിക്കുക, അതിനുള്ള ഇവർക്കൊരു പ്രോമിസ് നോട്ട് കൊടുക്കും. അതായത് കടപ്പത്രം എന്ന പേരിൽ ഇവർക്കൊരു വാഗ്ദാനം നൽകും. അതായത് ഭാവിയിൽ വരുന്ന ഗവൺമെന്റുകളും ഭാവി തലമുറയും നിങ്ങളുടെ ഈ ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങളുടെ ബാധ്യതകൾ, നിങ്ങൾക്ക് ഈ ഓയിൽ വില വർദ്ധ, ഇപ്പോൾ 100 രൂപയ്ക്ക് കൊടുക്കേണ്ട പെട്രോള് അത് 90 രൂപയ്ക്കോ അല്ലെങ്കിൽ 60 രൂപയ്ക്കോ 65 രൂപയ്ക്കോ കൊടുക്കുകയാണെങ്കിൽ 100 രൂപയ്ക്കാണെങ്കിൽ 35 രൂപ, 100 രൂപയ്ക്ക് കൊടുക്കേണ്ട പെട്രോൾ 65 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 35 രൂപ കമ്പനികൾ സഹിക്കണം. അങ്ങനെ ആകുമ്പോൾ അതിനുള്ള ഒരു ബാധ്യതാ നോട്ട് കൊടുക്കും, കടപ്പത്രം കൊടുക്കും. അത് ഭാവിയിൽ ഗവൺമെന്റ് അവർക്ക് ആ കമ്പനികൾക്ക് തിരിച്ചു നൽകേണ്ടതാണ്, ഭാവി ഗവൺമെന്റുകളും ഭാവി തലമുറയും. അതാണ് നമ്മുടെ ഈ ഓയിൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാത്രം 10,000 കോടി രൂപയോളം ഇങ്ങനെ സഹിച്ചിരുന്നു, അവര് ഓയിൽ ബോണ്ടായിട്ട് സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ വിവിധ കമ്പനികൾ ഈ ഭാവിയിലെ ഇന്ന് 2020-ലാണ് ഇത് വലിയ തോതിൽ നമ്മൾ തിരിച്ചടച്ചത്, നമ്മുടെ ഗവൺമെന്റ് ഓയിൽ കമ്പനികൾക്ക് തിരിച്ചടവ് അടച്ചത്. ഇന്നിപ്പോ 110 രൂപ, 100 രൂപയാണ്, 110 രൂപയാണ് പെട്രോളിന് വിലയെങ്കിൽ അന്ന് കുറച്ചു കൊടുത്ത 35 രൂപ, അതായത് ഈ ഓയിൽ ബോണ്ട് ഇനത്തിൽ നമ്മൾ തിരിച്ചടക്കുന്ന പണമടക്കം ഇന്ന് യഥാർത്ഥത്തിൽ 114 രൂപ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പലിശ 135 രൂപ നമ്മൾ അന്ന് കുറച്ചു കൊടുത്ത അതും അതിന്റെ പലിശ അടക്കം യഥാർത്ഥത്തിൽ 150 രൂപയാണ് വില വരേണ്ടത്. സത്യത്തിൽ ഇന്നത്തെ നിലവിലെ ഗവൺമെന്റിന് വലിയൊരു പാര പണിഞ്ഞിട്ടാണ് മുൻ ഗവൺമെന്റ് പോയത് എന്നാണ് ധനകാര്യ വിദഗ്ധനായിട്ടുള്ള മൻമോഹൻ സിംഗ് ഈ രാജ്യത്തോട് വലിയ ചതിയാണ് ചെയ്തത് എന്ന് പറയേണ്ടി വരും. കാരണം അന്ന് 90 രൂപയ്ക്ക് കൊടുക്കേണ്ട പെട്രോൾ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കൊടുക്കേണ്ട പെട്രോൾ 65 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 35 രൂപയുടെ പലിശ അടക്കമുള്ള ബാധ്യത ഭാവിയിലെ ഗവൺമെന്റുകൾക്കും തലമുറയ്ക്കും ബാക്കി വെച്ചിട്ടാണ് മൻമോഹൻ സിംഗ് പോയത്. ആ 35 രൂപ ഒരു അതിന്റെ പലിശ അടക്കം ഒക്കെ കൂട്ടുകയാണെങ്കിൽ 150, 160 രൂപ ഇന്നൊരു പെട്രോളിൽ നിന്ന് നമ്മൾ തിരിച്ചടയ്ക്കുമല്ലോ. നിലവിലെ ഗവൺമെന്റ് ഈ കടപ്പത്രങ്ങൾ, ഈ ഓയിൽ ബോണ്ട് തുക തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയുമ്പോഴാണ് അന്ന് ഗവൺമെന്റ് എത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് അത് ചെയ്തതെന്ന്. അന്നത്തെ നിലയ്ക്ക് ജനങ്ങളുടെ മേലെ ആ വില കൂടുതൽ സാധിക്കാത്ത രീതിയിൽ, ഇല്ലെങ്കിൽ കമ്പനികൾക്ക് അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ചെല്ലാം വില വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഓയിൽ ബോണ്ട് ഇനത്തിൽ ഇന്ന് കമ്പനികൾക്ക് കൊടുക്കേണ്ട പണം ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ എന്ന് പറഞ്ഞ പോലെ അന്ന് ആ കടബാധ്യത നമുക്കില്ലായിരുന്നെങ്കിൽ ഈ ആപത്ത് കാലത്ത് നമുക്ക് കുറച്ചുകൂടി വില കുറച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ വില എങ്ങനെയാണ് ഈ ഓയിൽ, പെട്രോളിന്റെയും ഡീസലിന്റെയും മറ്റും വില കുറയുക? നമ്മളൊന്ന് ചിന്തിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോളിനും ഡീസലിനും ഇങ്ങനെ വില വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് 114 രൂപ 20 പൈസയാണ് ഇന്ന് കേരളത്തിലെ അടിസ്ഥാന വില. എങ്ങനെയാണ് ഈ പണത്തിലേക്ക് ഇത് എത്തുന്നത്, ഇത്രയും രൂപയിലേക്ക് ഇത് എത്തുന്നത്? നമ്മൾ ഇങ്ങനെ ഈ 114 രൂപ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ് പെട്രോളിന് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ക്രൂഡ് ഓയിൽ നമുക്കറിയാം, ഒരു ക്രൂഡ് ഓയിൽ ഒരു ബാരൽ എന്ന് പറയുമ്പോൾ 155 ലിറ്ററോളം വരും.
അതിൽ നിന്ന് നമ്മൾ പ്രോസസ്സിങ് ചെയ്ത് വിവിധ ഘടകങ്ങൾ എടുക്കും. പെട്രോള്, ഡീസൽ, കെറോസിൻ, അങ്ങനെ അവസാനം വരുന്നതാണ് നമ്മുടെ ടാറ്. അങ്ങനെ ഇത്തരം വിവിധ ഘടകങ്ങളിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ അതിൽ എടുക്കാറുണ്ട്. അതിന് വില വരുന്നത് നോക്കൂ, ഒരു പെട്രോളിന് 114 രൂപ 20 പൈസയാണ് ഇന്നത്തെ വില. ഇന്ന് എങ്ങനെയാണ് അതിലേക്ക് വരിക എന്ന് നമുക്ക് ചിന്തിക്കാം. ക്രൂഡ് ഓയിൽ റിഫൈനറി ചാർജ്, അതിന്റെ ക്രൂഡ് ഓയിലിന്റെ ബേസ് റേറ്റ് ഒക്കെ കൂടി വരുന്നത് 56 രൂപയാണ്. അതുപോലെ തന്നെ കേരള വാറ്റ്, സെസ്, AST എല്ലാം കൂടി വരുന്നത് 36 രൂപയാണ്. കേരള സർക്കാരിന് നികുതിയായി ഇതിൽ ലഭിക്കുന്നത് വാറ്റ്, സെസ്, AST എല്ലാം കൂടി 36 രൂപയാണ്. അതുപോലെ ഡീലർക്ക് ഒരു കമ്മീഷൻ, അത് 4.2 രൂപയാണ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 11.9 രൂപ, അതായത് 11 രൂപ 90 പൈസയാണ്. ഓയിൽ കമ്പനികളുടെ ലാഭം എന്ന് പറയുന്നത്, ഇതിൽ മാർജിൻസ് എന്ന് പറയുന്നത് 5 രൂപയാണ് പെർ ലിറ്റർ. അതുപോലെ ട്രാൻസ്പോർട്ടിങ്ങിന് 1 രൂപ, അങ്ങനെയാണ് 114 രൂപ ഇതിൽ വരുന്നത്. ഈ ക്രൂഡ് ഓയിലിന്റെ ഇല്ലെങ്കിൽ ബാരലിനുള്ള വില, അസംസ്കൃത ക്രൂഡ് ഓയിലിന്റെ വില മാത്രമാണോ, അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണോ നമ്മുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെ ബാധിക്കുന്നത്? നമുക്ക് സാധാരണഗതിയിൽ ബാരലിന്, ക്രൂഡ് ഓയിലിന് ഇത്ര കുറവാണ്. ഇന്നിപ്പോൾ 105 രൂപ 106 രൂപയാണ് നിലവിലെ ഇന്നത്തെ റേറ്റ്. 155 രൂപ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. എന്നിട്ടും നമുക്കെന്ത് കുറച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് സാമാന്യ എല്ലാ ജനങ്ങളും പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാത്തതാണ്. നമ്മൾ ഡോളറിലാണ്, രൂപയിലല്ല, ഡോളറിലാണ് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഡോളറിലാണ് വാങ്ങിക്കാറ്. ഡോളറിൽ വാങ്ങിക്കുമ്പോൾ അന്ന് 2012 മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഒരു ഡോളറിന് ഇന്ത്യക്ക് കൊടുക്കേണ്ടിയിരുന്നത്, ഒരു ഡോളർ 53 രൂപ 4 പൈസ 2012. 2013 58 രൂപ 5 പൈസയായിരുന്നു. ഇന്ന് അത് 96 രൂപയാണ് നമുക്ക് വരുന്നത്. ഡോളർ എക്സ്ചേഞ്ച് റേറ്റ്, നമ്മൾ ഡോളറിലാണ് ഈ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അന്ന് 53 രൂപയും 58 രൂപയും ഉണ്ടായിരുന്ന ഒരു ഡോളറിന് നമുക്ക് ഇന്ന് നമ്മൾ രൂപയിൽ കൊടുക്കേണ്ടത് 96 രൂപയാണ്. ഇതും വിലയെ ബാധിക്കും. ക്രൂഡ് ഓയിലിന്റെ വില മാത്രമല്ല, ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ രൂപയുടെ മൂല്യവും കൂടി ഇതിനെ ബാധിക്കും എന്നുള്ളതാണ്. വില പരിഗണിക്കുമ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതായി വരും. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, കേരള സർക്കാരിന് നികുതിയായി ലഭിക്കുന്നത് 36 രൂപ വരെ ആകുമ്പോൾ സെസ്സും അഡീഷണൽ സെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീതം നമുക്ക് കിട്ടുന്ന 36 രൂപയാണ് കേരള സർക്കാർ ഒരു ലിറ്റർ പെട്രോളിൽ ഈടാക്കുന്നതെങ്കിൽ കേന്ദ്ര സർക്കാർ അത് 11 രൂപ 90 പൈസയാണ്. എങ്ങനെയാണ് ഇത് കുറയ്ക്കാൻ കഴിയുക? കേന്ദ്ര സർക്കാർ പരമാവധി ഇത് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, 2026 മാർച്ച് 27 വരെ പെട്രോളിന് കേന്ദ്ര സർക്കാരിന്റെ നികുതി എന്ന് പറയുന്നത് 1.9 രൂപയായിരുന്നു. 21.9, അതായത് 21 രൂപ 90 പൈസയായിരുന്നു. 2026 മാർച്ച് 27 കേന്ദ്ര സർക്കാർ ഒരു നോട്ടിഫിക്കേഷനിലൂടെ, തീരുമാനത്തിലൂടെ 10 രൂപ കുറച്ചു. ഇതിനു മുമ്പ് 10 രൂപ കുറച്ചു. ഇന്ന് അവർ നാമമാത്രമായി 11 രൂപ 90 പൈസയാണ് കേന്ദ്ര നികുതി എന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ നികുതി വലിയ തോതിലുണ്ട്. നമുക്കറിയാം, തൊട്ടടുത്ത കർണാടകയിൽ പോലും 6-7 രൂപ നമ്മളെക്കാളും കുറവാണ്. ഗുജറാത്തിൽ അത് 10 രൂപയോളം വ്യത്യാസമുണ്ട്. ഗോവയിൽ വലിയ തുക കേരളവുമായിട്ട് വ്യത്യാസം വരുന്നു. ഗോവൻ സർക്കാരൊക്കെ കുറച്ച്, നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ നികുതി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ നികുതിയായി വാങ്ങിക്കുന്നത്. പല പേരിലും നികുതി വാങ്ങിക്കുന്നു. ഇത് കുറയ്ക്കാൻ നമുക്ക് GSTയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പരമാവധി നമുക്കറിയാം 28 ആയിരുന്നു. പരമാവധി 28 രൂപയാണ് നികുതിയായി വാങ്ങാൻ കഴിയുക. ഇപ്പോൾ വലിയ 28%. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ 33%, വാങ്ങിക്കുന്നു. ഇതിൽ 33%, സംസ്ഥാന സർക്കാർ മാത്രം നികുതി വാങ്ങിക്കുന്നു. ഇതിലിപ്പോൾ ഈ ജനങ്ങളുടെ നികുതി ഭാരം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട്, ഈ ഭാരം കുറയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ അവർക്ക് കഴിയാവുന്നതിൽ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാർച്ച് 27 അവർ 10 രൂപ കുറച്ചു. 21 രൂപ 90 പൈസ ആയിരുന്നതിൽ 10 രൂപ കുറച്ചു. ഇപ്പോൾ 11 രൂപ 90 പൈസ മാത്രം അവർ വാങ്ങിക്കുമ്പോൾ 36 രൂപയ്ക്കടുത്ത് സംസ്ഥാന സർക്കാർ നികുതി വാങ്ങിക്കുന്നു. ഇതിൽ ഒരു 10 രൂപ കുറയ്ക്കുക, 10-20 രൂപ സംസ്ഥാന സർക്കാരിന് കുറയ്ക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തുല്യമായ രീതിയിൽ നികുതി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഈടാക്കുകയാണെങ്കിൽ വലിയൊരു തുക ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ആശ്വാസമാകും. അത് ചെയ്യേണ്ടതാണ്. പക്ഷേ സർക്കാരിനെ നയിക്കുന്ന മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ ഇന്നു മുതൽ ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങൾ പെട്രോൾ വില വർധനവിനെതിരെ ഇന്ന് യുദ്ധമാണ് ഏറ്റവും വലിയ കുറ്റവാളിയെങ്കിൽ കേരളത്തിലെ മലയാളികൾക്ക് രണ്ടാമത് ഈ വില വർധനവുള്ള കുറ്റവാളി ഇവിടുത്തെ സർക്കാർ, സംസ്ഥാന സർക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എൻ്റെ നിഗമനങ്ങളും എൻ്റെ പഠനത്തിലും തെറ്റുകളുണ്ടാകാം. ആ തെറ്റുകൾ സഭ്യമായ രീതിയിൽ കമന്റായി രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.